നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. ആലപ്പുഴ ജില്ലയിൽ വ്യാപക നാശം, നിരവധി വീടുകൾ തകർന്നു. താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിലായി. കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട്ടിലും ജലനിരപ്പ് ഉയരുന്നു. ഇക്കൊല്ലത്തെ സ്കൂൾ പ്രവേശനോത്സവ ഗാനവും ചരിത്രമാവുന്നു. ഒരു വിദ്യാർത്ഥിനിയുടെ കവിത പ്രവേശനോത്സവ ഗാനമാകുന്നത് ചരിത്രത്തിലാദ്യം. നവകേരള സദസ്സിലെ നിർദ്ദേശങ്ങൾ യാഥാർത്ഥ്യത്തിലേക്ക്. ആലപ്പുഴ ജില്ലയിൽ 63 കോടിയുടെ വികസന പദ്ധതികൾക്ക് സംസ്ഥാന സർക്കാർ അനുമതി നൽകി. നെഹ്റു പവലിയനും അമ്യൂണിറ്റി സെന്ററിനും 7 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. അന്ധകാരനഴിപ്പൊഴിയിൽ അടിയുന്ന മണൽ ദേശീയപാത നിർമ്മാണത്തിന് ഉപയോഗിക്കാൻ നടപടി. പരിസ്ഥിതിക്ക് കോട്ടം വരാത്ത തരത്തിൽ മണ്ണെടുക്കാൻ സർക്കാർ അംഗീകാരം നൽകിയെന്ന് സൂചന. കാലവർഷക്കെടുതിക്കൊപ്പം ആലപ്പുഴ ജില്ലയിൽ കോവിഡും വ്യാപിക്കുന്നതായി റിപ്പോർട്ട്. ഈ മാസം മാത്രം കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 50 കഴിഞ്ഞു. ജാഗ്രത വേണമെന്ന് ആരോഗ്യവകുപ്പ്. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. ആലപ്പുഴ ജില്ലയിൽ വ്യാപക നാശം, നിരവധി വീടുകൾ തകർന്നു. താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിലായി. കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട്ടിലും ജലനിരപ്പ് ഉയരുന്നു. ആശങ്കയിൽ നാട്ടുകാർ. പ്രധാന നദികൾ കരകവിഞ്ഞു. ഗ്രാമീണ സർവീസ് റോഡുകളിൽ ഗതാഗതം നിലച്ചു. ദിവസങ്ങളായി പെയ്യുന്ന കനത്ത മഴയിലും കിഴക്കൻ വെള്ളത്തിൻ്റെ കുത്തൊഴുക്കും വർദ്ധിച്ചതോടെ അപ്പർ കുട്ടനാട്ടിലെ ഒട്ടുമിക്ക പഞ്ചായത്തുകളിലും വെള്ളം കയറി. തലവടി പഞ്ചായത്തിലെ കുന്നുമ്മാടി കുതിരച്ചാൽ കോളനിയിലെ വീടുകളിൽ വെള്ളം കയറി. പ്രദേശത്തു നിന്ന് താമസക്കാർ ബന്ധുവീടുകളിലേക്ക് മാറുന്നു. തലവടിയിൽ ക്യാമ്പ് പ്രവർത്തിപ്പിക്കാനുള്ള നടപടികൾ ആലോചിക്കുന്നു. പമ്പ, മണിമല, അച്ചൻകോവിൽ ആറുകളിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നു. നിരണം, വിയപുരം, മുട്ടാർ, തലവടി, എടത്വ, തകഴി പഞ്ചായത്തുകളിലെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും വെള്ളത്തിലാണ്. താഴ്ന്ന സ്ഥലങ്ങളിൽ മുട്ടോളം വെള്ളമെത്തിയിട്ടുണ്ട്. മുട്ടാർ പഞ്ചായത്തിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലായതോടെ ജനജീവിതം ദുസ്സഹമായി. മുട്ടാറിൽ നിന്ന് പ്രധാന പാതകളിലേക്കുള്ള സർവീസ് നിലച്ചതോടെ യാത്രാ ദുരിതവും വർദ്ധിച്ചു. വരുന്ന 5 ദിവസം കനത്ത മഴയാണെന്ന് മുന്നറിയിപ്പ് ലഭിച്ചതോടെ ജനങ്ങൾ ആശങ്കയിലാണ്. ഇപ്പോൾ തന്നെ ഒട്ടുമിക്ക പ്രദേശവും വെള്ളത്തിനടിയിലായി. ഇനിയും മഴ ശക്തിപ്പെട്ടാൽ പ്രളയം ആവർത്തിക്കുമെന്ന ആശങ്കയുമുണ്ട്. കുന്നുമ്മാടി, കുതിരച്ചാൽ നിവാസികളാണ് ഏറെ ദുരിതം അനുഭവിക്കുന്നത്. അപ്പർ കുട്ടനാട്ടിൽ ആദ്യം വെള്ളത്തിൽ മുങ്ങുന്ന പ്രദേശമെന്നിരിക്കെ ഇവിടുത്തെ താമസക്കാരെ ക്യാമ്പുകളിലേക്ക് മാറ്റേണ്ടി വരും. ജില്ലയിൽ ഏതാനും ദിവസങ്ങളായി കനത്ത മഴ പെയ്യുന്നുണ്ടെങ്കിലും കിഴക്കൻ വെള്ളം എത്തിയതോടെയാണ് ജലനിരപ്പ് ഉയർന്നത്. കഴിഞ്ഞ ദിവസം ഉച്ചയോടെ തലവടിയിലെ താഴ്ന്ന പ്രദേശങ്ങളിലുള്ള വീടുകളിൽ വെള്ളം കയറി. ദിവസങ്ങളായി തുടരുന്ന ശക്തമായ കാറ്റിൽ മരങ്ങൾ വീണ് അപ്പർ കുട്ടനാട്ടിലെ നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിരുന്നു. പൂർണ്ണമായി തകർന്ന വീടുകളിൽ നിന്ന് താമസക്കാർ ബന്ധുവീടുകളിലേക്ക് മാറി. തലവടി, എടത്വ പ്രദേശങ്ങളിൽ മരം വീണ് വീടുകൾ തകർന്നിരുന്നു. മഴയ്ക്കൊപ്പം വീശിയടിക്കുന്ന ശക്തമായ കാറ്റാണ് ആശങ്ക സൃഷ്ടിക്കുന്നത്. പ്രാദേശിക സർവീസ് റോഡുകളിൽ വെള്ളം കയറിയതോടെ ബസ് സർവീസും നിലച്ചു. തായങ്കരി, ചങ്ങനാശ്ശേരി, നീരേറ്റുപുറം, മുട്ടാർ, കിടങ്ങറ, എടത്വ കുളങ്ങര, എടത്വ വിയപുരം, എടത്വ കൈതത്തോട് ഭാഗങ്ങളിലേക്കുള്ള സർവീസാണ് നിർത്തിയത്. മഴ ശമിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ അമ്പലപ്പുഴ, തിരുവല്ല സംസ്ഥാന പാതയിലെ ഗതാഗതവും നിലയ്ക്കാൻ സാധ്യതയുണ്ട്. അപ്പർ കുട്ടനാട്ടിൽ നിന്ന് തോട്ടപ്പള്ളി വഴി വെള്ളം കടലിലേക്ക് ഒഴുകിപ്പോകാനുള്ള താമസമാണ് അപ്പർ കുട്ടനാടിനെ വെള്ളത്തിൽ മുക്കുന്നതെന്ന് പറയപ്പെടുന്നു. ടൈം ന്യൂസ്, ആലപ്പുഴ. ശക്തമായ മഴയിലും കാറ്റിലും ചേർത്തലയിലും വ്യാപക നാശം. നിരവധി സ്ഥലങ്ങളിൽ മരം കടപുഴകി വീണു. ഗതാഗതം തടസ്സപ്പെട്ടു. വൈദ്യുതി വിതരണവും തടസ്സപ്പെട്ടു. കൂടുതൽ വിവരങ്ങളുമായി ശ്യാം ഗാംഗുലി ചേരും. മഴയും കാറ്റും വീണ്ടും ശക്തി പ്രാപിച്ചതോടെ ചേർത്തല താലൂക്കിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. വ്യാഴാഴ്ച മാത്രം താലൂക്കിൽ 5 വീടുകൾ ഭാഗികമായി തകർന്നിട്ടുണ്ട്. മരങ്ങൾ വീണ തൂണുകൾ ഒടിഞ്ഞും KCBയുടെ നഷ്ടം 1 കോടി കടന്നിട്ടുണ്ട്. വ്യാഴാഴ്ച ചേർത്തല, പട്ടണക്കാട്, അർത്തുങ്കൽ എന്നിവിടങ്ങളിലായി 15ഓളം വൈദ്യുതി തൂണുകളാണ് മരം വീണ് ഒടിഞ്ഞിട്ടുള്ളത്. ഇതിനൊപ്പം വെള്ളക്കെട്ടും ശക്തമായി. 2000ഓളം വീടുകളാണ് നിലവിൽ വെള്ളക്കെട്ടിന്റെ ഭീഷണിയിലുള്ളത്. ചേർത്തല കളവങ്കോടത്ത് മരം വീണ വീട് തകർന്നിട്ടുണ്ട്. വയലാർ പഞ്ചായത്ത് 10ാം വാർഡ് കളവങ്കോടം അപ്പുപ്പൻകാവിന് പിൻഭാഗത്തുള്ള ജോബിലാലിന്റെ വീടിന് മുകളിലേക്കാണ് ശക്തമായ കാറ്റിൽ തേരുമരം ഒടിഞ്ഞു വീണത്. ഫയർഫോഴ്സ് എത്തിയെങ്കിലും തേരുമരമായതിനാൽ മുറിക്കാൻ കഴിഞ്ഞിരുന്നില്ല. സമീപത്തെ 2 വൈദ്യുത പോസ്റ്റുകൾ കൂടി ഇതോടൊപ്പം തകർന്നിട്ടുണ്ട്. ഗതാഗതവും തടസ്സപ്പെട്ടു. ചേർത്തലയുടെ പടിഞ്ഞാറൻ പ്രദേശങ്ങളായ ആലുങ്കലിലും ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. വൃക്ഷങ്ങൾ കടപുഴകി വീണ മതിലുകൾ തകർന്നിട്ടുണ്ട്. ആലുങ്കൽ കവലയിലാണ് സംഭവം. ഇതേ തുടർന്ന് ആലുങ്കൽ കണ്ണിക്കാട് റോഡിലും ആലുങ്കൽ കൊട്ടാരം റോഡിലും ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ടായിരുന്നു. രണ്ടിടത്തുമുണ്ടായിരുന്ന മതിലുകൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. തൊട്ടടുത്ത സ്റ്റാൻഡിലുണ്ടായിരുന്ന ഓട്ടോറിക്ഷകൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ.
കൂടാതെ ചേർത്തല മധൂസ് ഹോട്ടലിന് മുകളിലേക്കും മരം വീണിട്ടുണ്ട്. നേരിയ തോതിൽ നാശനഷ്ടമുണ്ടായി. വ്യാഴാഴ്ച വൈകിട്ട് ശക്തമായ കാറ്റിലും മഴയിലുമാണ് മരം ഒടിഞ്ഞു വീണത്. വീടിന് മുകളിൽ സ്ഥാപിച്ചിരുന്ന സോളാർ പാനലുകൾ ശക്തമായ കാറ്റിലും മഴയിലും താഴേക്ക് പതിച്ചു. സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല. ഇതുകൂടാതെ പൂച്ചാക്കൽ ഉണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും തൃച്ചാറ്റുകുളം മഹാദേവ ക്ഷേത്രത്തിലെ കൊടിമരം മറിഞ്ഞു വീണു. വ്യാഴാഴ്ച വൈകിട്ട് 4:45 സംഭവം. കൊടിമരം അടിഭാഗത്തു നിന്ന് ഒടിഞ്ഞു വീണ നിലയിലാണ് ഉള്ളത്. ആനപ്പന്തലിന്റെ മേൽക്കൂരയിലേക്ക് മറിഞ്ഞതിനാൽ തന്നെ മറ്റ് അപകടങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല. മേൽക്കൂരയിലെ ഒരു ഭാഗത്ത് ഓടുകൾ ഉൾപ്പെടെ തകർന്നു. തേക്കിൻ തടി കൊണ്ടുണ്ടാക്കിയ ഈ കൊടിമരത്തിന് അനേകം വർഷങ്ങളുടെ പഴക്കമുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ളതാണ് തൃച്ചാറ്റുകുളം മഹാദേവ ക്ഷേത്രം. തൈക്കൽ ഭാഗത്തും വ്യാഴാഴ്ച വീശിയ അപ്രതീക്ഷിതമായ കാറ്റിൽ വ്യാപക നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. കടക്കരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് 10ാം വാർഡിൽ പ്രദേശത്താണ് ഉച്ചയ്ക്ക് ശേഷം ശക്തമായ കാറ്റ് വീശിയിട്ടുള്ളത്. 18ഓളം വീടുകളാണ് ഭാഗികമായി ഈ മേഖലയിൽ തകർന്നിട്ടുള്ളത്. എല്ലാ വീടുകൾക്കും മേലെ മരം വീണാണ് തകർച്ച ഉണ്ടായിട്ടുള്ളത്. രാത്രി ഏറെ വൈകിയും വീടുകൾക്ക് മേലെ വീണ മരങ്ങൾ വെട്ടിമാറ്റുന്ന പ്രവർത്തനങ്ങൾ നടന്നു. പ്രദേശത്തെ വൈദ്യുതി ബന്ധവും താറുമാറായിരുന്നു. ഏറെ പണിപ്പെട്ടാണ് ഇതെല്ലാം പുനഃസ്ഥാപിക്കാനായിട്ടുള്ളത്. കാലവർഷം ശക്തിപ്പെട്ടതോടെ അരൂർ തുറവൂർ മേഖലകളിലും വ്യാപകമായ നാശം. ജനജീവിതം ദുരിതത്തിൽ. നിരവധി വീടുകളിലും താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളം കയറി. കൂടുതൽ വിവരങ്ങളുമായി പ്രസാദ് കൃഷ്ണൻകുട്ടി തുറവൂരിൽ എത്തിച്ചേരും. ചേർത്തല താലൂക്കിലെ വടക്കൻ മേഖലകളിൽ ശക്തമായ മഴയിൽ ദുരിതമേറുന്നു. അരൂർ, എഴുപുന്ന, കോടംതുരുത്ത്, കുത്തിത്തോട്, തുറവൂർ, പട്ടണക്കാട് പഞ്ചായത്തിലെ പടിഞ്ഞാറൻ മേഖലകളിൽ 80% വീടുകളിലും വെള്ളക്കെട്ട്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ കാറ്റിലും വ്യാപക നഷ്ടങ്ങൾ ഉണ്ടായി. മരം മറിഞ്ഞു വീണ് പലയിടത്തും വൈദ്യുത പോസ്റ്റുകൾ ഒടിഞ്ഞു. വൈദ്യുതി വിതരണം ഭാഗികമായും പൂർണ്ണമായും തടസ്സപ്പെട്ടു. എഴുപുന്ന പഞ്ചായത്തിലെ പടിഞ്ഞാറൻ താഴ്ന്ന പ്രദേശങ്ങളിൽ രൂക്ഷമായ വെള്ളക്കെട്ടാണ്. എഴുപുന്നയിൽ ആഞ്ഞിലി മരം കടപുഴകി വീണ് വീട് പൂർണ്ണമായും തകർന്നു. എഴുപുന്ന പഞ്ചായത്ത് 14ാം വാർഡ് ആശാരിപ്പറമ്പിൽ സിബി ആന്റണിയുടെ വീടാണ് തകർന്നത്. കോടംതുരുത്ത് പഞ്ചായത്തിലെ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ അതിരൂക്ഷമായ വെള്ളക്കെട്ടാണ് അനുഭവപ്പെടുന്നത്. കോടംതുരുത്ത് പഞ്ചായത്തിലെ 15ാം വാർഡ് പുത്തന്തറ കോളനി വെള്ളക്കെട്ടിലാണ്. ഇവിടെ 15ൽ പരം കുടുംബങ്ങളാണ് വെള്ളക്കെട്ടിനാൽ ദുരിതമനുഭവിക്കുന്നത്. കുത്തിയതോട് പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. കുത്തിയതോട് പഞ്ചായത്തിലെ 3ാം വാർഡ് പടിഞ്ഞാറൻ പ്രദേശമായ AKG ജംഗ്ഷൻ സമീപമുള്ള വീടുകളിലും വെള്ളക്കെട്ട് ദുരിതം വിതയ്ക്കുന്നു. കുത്തിയതോട് പഞ്ചായത്ത് 2ാം വാർഡ് പള്ളിത്തോട് തമ്പുരാൻ വളപ്പിലെ വീടുകളിൽ വെള്ളം കയറി. തുറവൂർ പഞ്ചായത്തും കുത്തിയതോട് പഞ്ചായത്തും അതിർത്തി പങ്കിടുന്ന ചാവടി പള്ളിത്തോട് റോഡിൽ വെള്ളം കയറി. റോഡ് ഭാഗികമായും വെള്ളത്തിനടിയിലായി. തുറവൂരിലെ മിക്ക വാർഡുകളിലും വെള്ളക്കെട്ട് അതിരൂക്ഷമാണ്. തുറവൂർ പഞ്ചായത്തിൽ ഫോറസ്റ്റ് അധികൃതരുടെ സാന്നിധ്യത്തിൽ യോഗം ചേർന്നു. ജനജീവിതത്തിന് ഭീഷണിയായ മരങ്ങൾ മുറിച്ചു നീക്കാൻ തീരുമാനമായി. ചേർത്തലയുടെ വടക്കൻ മേഖലയായ അരൂർ പഞ്ചായത്ത് തൊട്ട് പട്ടണക്കാട് പഞ്ചായത്ത് വരെയുള്ള പ്രദേശങ്ങളെല്ലാം വെള്ളക്കെട്ടിലാണ്. പട്ടണക്കാട് പഞ്ചായത്തിൻ്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങൾ, തുറവൂർ പഞ്ചായത്തിൻ്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങൾ ഇവർ അവിടെയെല്ലാം വലിയ വെള്ളക്കെട്ടാണ് അനുഭവിക്കുന്നത്. ഇവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്നത് സമാനതകളില്ലാത്ത ദുരിതമാണ്. തുറവൂരിൽ നിന്നും പ്രസാദ് കൃഷ്ണൻകുട്ടി. ചേർത്തലയുടെ വടക്കൻ മേഖലയിലും വ്യാപക നാശം. നിരവധി വീടുകൾക്ക് മുകളിൽ മരം വീണു. മരം വീണ ഗതാഗതവും പല സ്ഥലങ്ങളിലും തടസ്സപ്പെട്ടു. താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളക്കെട്ട് രൂക്ഷം. പൂച്ചാക്കലിൽ നിന്ന് ലോറൻസ് പെരിങ്ങലത്തിൻ്റെ റിപ്പോർട്ട്. ഒരാഴ്ചയായി പെയ്യുന്ന മഴ ശക്തമാണ്. കാറ്റും കോളും നിമിത്തം ചേർത്തലയുടെ വടക്കൻ മേഖലയിൽ ജനജീവിതം ദുരിതപൂർണ്ണമാണ്. തൈക്കാട്ടുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ അതിർത്തിയിലെ കോളനികൾ പൂർണ്ണമായും വെള്ളത്തിലാണ്. ഇവയിൽ അരുക്കുറ്റി പഞ്ചായത്തിലെ കോളനികൾ മാങ്കുളം കോളനി, തായ്ത്തറ കോളനി, വളയനാട് കോളനി ഇവയെല്ലാം പൂർണ്ണമായും വെള്ളത്തിലാണ്. പലയിടത്തും കൃഷി നശിച്ച നിലയിലാണ്. തൈക്കാട്ടുശ്ശേരി ബ്ലോക്കിന്റെ അതിർത്തിയിലുള്ള പലയിടങ്ങളിലും കൃഷി നശിച്ച നിലയിലാണ്. പെരുമ്പളം ദ്വീപിൽ ശക്തമായി മഴ പെയ്യുന്നതിനാൽ ഇവിടുത്തെ വൈദ്യുതി മുടക്കവും പതിവാണ്. ഇവിടുത്തെ ആശുപത്രിയിലെ ഈ പ്രവർത്തനത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. പലയിടത്തും വീടുകൾ തകർന്നിട്ടില്ലെങ്കിൽ പോലും ഭാഗികമായി ഇവ മരങ്ങൾ വീണതിനാൽ ഇവയൊക്കെ വെട്ടിമാറ്റി സാരമായ കേടുപാടുകളാണ് വീടുകൾക്ക് സംഭവിച്ചിരിക്കുന്നത്. കൂടാതെ കായലും ശക്തമായ മലവെള്ളപ്പാച്ചിൽ വരുന്നതിനാൽ, കിഴക്കൻ വെള്ളത്തിന്റെ മലവെള്ളപ്പാച്ചിൽ വരുന്നതിനാൽ കായലും കരയും തമ്മിൽ തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അതുമൂലം കക്കാ തൊഴിലാളികൾക്കും മത്സ്യത്തൊഴിലാളികൾക്കും കായലിൽ പോകാൻ കഴിയാത്ത ഒരവസ്ഥ നിലനിൽക്കുന്നുണ്ട്. കൂടാതെ കക്കാ തൊഴിലാളികൾക്ക് തീ പിടിപ്പിക്കാനും കഴിയാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഓടിക്കൊണ്ടിരുന്ന സ്കൂട്ടറിന് മുകളിൽ മരം വീണ സ്കൂട്ടർ യാത്രക്കാരന് പരിക്ക്.
58 വയസ്സുള്ള നിരണം സ്വദേശി ഗിവർഗീസിനാണ് പരിക്കേറ്റത്. നിരണം തോട്ടടി നൈനപ്പാടത്ത് ഗിവർഗീസിനാണ് മരം വീണ് പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് തലവടി ചൂട്ടുമാലിൽ CSI പള്ളിക്ക് സമീപത്ത് വെച്ചാണ് അപകടം. വീട്ടിൽ നിന്ന് എടത്വ ഭാഗത്തേക്ക് പോയ ഗിവർഗീസിൻ്റെ മുകളിലേക്ക് കാറ്റിൽ മരം കടപുഴകി വീഴുകയായിരുന്നു. മരം വീണ ആഘാതത്തിൽ സീറ്റിൽ നിന്ന് തെറിച്ച് താഴെയുള്ള ഫുഡ് റെസ്റ്റിൽ ഇരുന്നുപോയി. ഓടിക്കൂടിയ നാട്ടുകാർ സ്കൂട്ടറിൽ നിന്ന് പുറത്തെടുത്ത് എടത്വയിലെ ആശുപത്രിയിലെത്തിച്ചു. തലയ്ക്കും കഴുത്തിനും ശരീരത്തിനും കാര്യമായി ക്ഷതമേറ്റിട്ടുണ്ട്. അവിടെ ഇടത്തുവഴിക്ക് വരുമായിരുന്നു. അപ്പോൾ നമ്മുടെ CSI പള്ളിയുടെ പടിഞ്ഞാറ് വശത്തെ ഒരു പുളിമരം വീണ് എൻ്റെ ദേഹത്തോട്ടാണ് വീണ്. ഞാനൊരു തരത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. പോലും നാട്ടുകാരെന്നെ ആശുപത്രി കൊണ്ടുവന്നു. ഞാനിപ്പോൾ ജൂബിലി ആശുപത്രിയില്ല. ടൈം ന്യൂസ് ആലപ്പുഴ. ശക്തമായ കാറ്റിലും മഴയിലും തലയിടി പഞ്ചായത്തിലെ കപ്പ കൃഷി നശിച്ചു. തൊഴിലുറപ്പ് തൊഴിലാളികൾ നടത്തിവന്ന കപ്പ കൃഷിയാണ് നശിച്ചത്. സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് 1 ഏക്കറിലേറെ സ്ഥലത്ത് കപ്പ കൃഷി നടത്തിയത്. 1 ലക്ഷത്തിലേറെ രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. തൊഴിലാളികളുടെ നേതൃത്വത്തിൽ നടന്ന കപ്പ കൃഷി കാലവർഷക്കെടുതിയിൽ വെള്ളം കയറിയതിനെ തുടർന്ന് നശിക്കുകയായിരുന്നു. തൊഴിലുറപ്പ് തൊഴിലാളികളാണ് ഞങ്ങൾ സുഭിക്ഷ കേരളത്തിന്റെ ഭാഗമായിട്ട് പല സ്ഥലങ്ങളിലും കപ്പ ഇട്ടിട്ടുണ്ടായിരുന്നു. 2-3 ഏക്കറിനകത്ത് കപ്പ ഉണ്ടായിരുന്നു. കപ്പയെല്ലാം വെള്ളം അവിചാരിതമായ കാറ്റും മഴയും വന്ന് വെള്ളമെല്ലാം കയറി ഞങ്ങളുടെ കപ്പയെല്ലാം നഷ്ടപ്പെട്ടു പോയി. എല്ലാം ഒരു കപ്പ പോലും ഞങ്ങൾക്ക് പറിക്കാൻ സാധിച്ചില്ല ഇതുവരെ. ടൈം ന്യൂസ് ആലപ്പുഴ. ചക്കുളത്തുകാവ് ക്ഷേത്ര പരിസരവും ക്ഷേത്രത്തിലേക്കുള്ള റോഡും വെള്ളക്കെട്ടിലായി. ജനങ്ങൾ ദുരിതത്തിൽ. തലവടി പഞ്ചായത്തിൽ 3 ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചു. ചക്കുളത്തുകാവ് ക്ഷേത്ര പരിസരത്തും ക്ഷേത്രത്തിലേക്കുള്ള റോഡിലും വെള്ളം കയറി. തലവടി പഞ്ചായത്തിൽ 3 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. ചക്കുളത്തുകാവ് ക്ഷേത്രം ഓഡിറ്റോറിയം, ഗവൺമെന്റ് ഹൈസ്കൂൾ തലവടി, മണലേൽ സ്കൂൾ എന്നിവിടങ്ങളിലാണ് ക്യാമ്പ് തുറന്നത്. പമ്പ, മണിമല നദികളിൽ ജലനിരപ്പ് ഉയർന്നതോടെ പഞ്ചായത്തിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളം കയറി. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തിയേറിയ കാറ്റിൽ ഒട്ടേറെ വീടുകൾക്ക് മുകളിലേക്ക് മരം മറിഞ്ഞു വീണു. മരം വീണ് തകരാറിലായ വൈദ്യുതി വിതരണം ഇതുവരെയും പുനഃസ്ഥാപിക്കാനായിട്ടില്ല. ചക്കുളത്തുകാവ് കിടങ്ങറ റോഡിൽ, എടത്വ ചമ്പക്കുളം റോഡിൽ, ചങ്ങങ്കരി, കണ്ടങ്കരി ഭാഗങ്ങളിലും വെള്ളം കയറി. എടത്വ കൊടപ്പുന്ന റോഡിലും എടത്വ മാമ്പുഴക്കരി റോഡിലും വെള്ളം കയറിയിട്ടുണ്ട്. ടൈം ന്യൂസ് ആലപ്പുഴ. ചേർത്തല ടൗൺ LP സ്കൂളും പരിസരവും വെള്ളത്തിലായി. സ്കൂളിലേക്ക് കയറാനോ ഇറങ്ങാനോ പറ്റാത്ത സ്ഥിതി. വെള്ളക്കെട്ട് പ്രവേശനോത്സവത്തിൻ്റെ നിറം കെടുത്തുമോ എന്ന് ആശങ്ക. രൂക്ഷമായ വെള്ളക്കെട്ട് ചേർത്തല ടൗൺ LP സ്കൂളിലെ പ്രവേശനോത്സവം ആശങ്കയിൽ. ജൂൺ 2-നാണ് പ്രവേശനോത്സവം നടക്കുക. 2 ദിവസമായി പെയ്യുന്ന കനത്ത മഴ മൂലം സ്കൂളും പരിസരവും അക്ഷരാർത്ഥത്തിൽ വെള്ളക്കെട്ടിലായി. മഴ തുടരുകയാണെങ്കിൽ സ്ഥിതി കൂടുതൽ വഷളാകും. സമീപ പ്രദേശങ്ങളിലേക്ക് വെള്ളം ഒഴുക്കിവിടാൻ കഴിയാത്തതാണ് ഇപ്പോഴുള്ളതെന്ന് PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് ദിനു വേണു പറഞ്ഞു. ഒരു തരത്തിലും കുട്ടികൾക്ക് അതേപോലെ തന്നെ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും സ്കൂളിൽ കടന്നു വരാൻ കഴിയാത്ത നിലയിലാണ് ഇവിടെ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുള്ളത്. മുൻവർഷങ്ങളിൽ ഇവിടെ വെള്ളം ഒഴുകിപ്പോകാനുള്ള സംവിധാനം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെ മതിൽ നിർമ്മിച്ചതിന് ശേഷം വെള്ളം ഒഴുകിപ്പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് ഞങ്ങൾ അടിയന്തരമായി PWDക്കും അതേപോലെ തന്നെ തഹസിൽദാർക്കും നേരിട്ട് PTA അതേപോലെയും നേതൃത്വത്തിൽ പരാതി നൽകിയിട്ടുണ്ട്. പക്ഷേ അതിന് ശാശ്വത പരിഹാരം കാണാൻ വേണ്ടിയുള്ള ഒരു ഇടപെടൽ ഇതുവരെയും അതിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു പോരായ്മ നിൽക്കുകയാണ്. ഈ ഇത്രയും അധികം 1000-ലധികം കുട്ടികൾ പഠിക്കുന്നത്, അതായത് LP സ്കൂൾ UKG LKG മുതൽ കുട്ടികൾ പഠിക്കുന്ന ഈ സ്കൂളിലേക്ക് ഇത്രയധികം വെള്ളക്കെട്ട് നിൽക്കുമ്പോൾ സ്കൂളിലേക്ക് പ്രവേശിക്കുന്നത് പോലും വളരെ ബുദ്ധിമുട്ടായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികളെ എടുത്ത് അധ്യാപകരും PTA-കാരും ചേർന്നുകൊണ്ട് രക്ഷിതാക്കളെ എടുത്ത് സ്കൂളിനകത്തേക്ക് പ്രവേശിക്കുന്ന നിലയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വെള്ളക്കെട്ട് പരിഹരിക്കാൻ അതുമാത്രമല്ല, സ്കൂളിലേക്ക് വരുന്ന മാത്രമല്ല, ചേർത്തല ഏറ്റവും കൂടുതൽ താലൂക്ക് ആശുപത്രിയിലേക്ക് ആളുകൾ സഞ്ചരിക്കുന്ന പ്രധാനപ്പെട്ട റോഡാണിത്. അതേപോലെ തന്നെ താലൂക്ക് ഓഫീസ്, സിവിൽ സ്റ്റേഷൻ അടക്കമുള്ള പ്രധാനപ്പെട്ട ഓഫീസുകളിലേക്ക് കൂടി പോകുന്ന ഒരു പ്രധാനപ്പെട്ട റോഡ് കൂടിയാണ് ഈ റോഡ്. പക്ഷേ ഈ റോഡിൻ്റെ വെള്ളക്കെട്ട് ഇത്രയും രൂക്ഷമായി നിൽക്കുമ്പോൾ പോലും അത് പരിഹരിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ അധികൃതർ ഭാഗത്ത് ഉണ്ടാകുന്നില്ലെന്ന പോരായ്മ നിൽക്കുകയാണ്. ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആവശ്യമായ രേഖകളടക്കം കാണിച്ചുകൊണ്ട് അധികൃതർക്ക് പരാതി നൽകിയിട്ടുണ്ട്. സ്കൂളിന് മുന്നിലെ റോഡ് രൂക്ഷമായ വെള്ളക്കെട്ടിലാണ്. കാൽനട യാത്ര പോലും അസാധ്യം. വാഹന ഗതാഗതവും പ്രതിസന്ധിയിലാണ്. റോഡിന് വടക്കുവശമുള്ള മൈതാനത്തേക്ക് വെള്ളം ഒഴുകുന്നില്ല. ദേവസ്വം ബോർഡ് ചുറ്റുമതിൽ പണിതതോടെ അങ്ങോട്ടേക്കുള്ള നിർഗമന മാർഗം അടഞ്ഞു. ഇതേ അവസ്ഥ തന്നെയാണ് തെക്കുവശത്തും. മഴവെള്ളം മുഴുവൻ 1/2 ഏക്കറിനടുത്തുള്ള സ്കൂൾ കോമ്പൗണ്ടിലും പരിസരത്തും കെട്ടിക്കിടക്കുന്നു. അടുത്ത ദിവസങ്ങളിലും മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ്. ജില്ലയിൽ തന്നെ മികച്ച നിലവാരം പുലർത്തുന്ന സ്കൂളിൽ 1000-നടുത്ത് കുട്ടികൾ പഠിക്കുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വെള്ളക്കെട്ട് പ്രവേശനോത്സവത്തിൻ്റെ നിറം കെടുത്തുമെന്ന് ഉറപ്പ്. ടൈം ന്യൂസ് ചേർത്തല.
ഇക്കൊല്ലത്തെ സ്കൂൾ പ്രവേശനോത്സവ ഗാനം ചരിത്രമാകുന്നു. ഒരു വിദ്യാർത്ഥിനി എഴുതിയ കവിത സ്കൂൾ പ്രവേശന ഉത്സവത്തിൻ്റെ ഗാനമാകുന്നത് ചരിത്രത്തിലാദ്യം. മഴമേഘങ്ങൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ കളിമേളങ്ങൾ വർണ്ണം വിതറിയൊരവധിക്കാലം മായുന്നു. മഴമേഘങ്ങൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ കളിമേളങ്ങൾ വർണ്ണം വിതറിയൊരവധിക്കാലം മായുന്നു. അക്ഷരമധുരം മഴവില്ലഴകായി ഉത്സവമേളം വരവായി. അക്ഷരമധുരം മഴവില്ലഴകായി ഉത്സവമേളം വരവായി. കുസൃതി വിടർന്ന മിഴിക്കോടുകളിൽ കൗതുകലോകം വരവായി. വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരള മണ്ണിൽ കതിരൊളി ചിന്നിയ കഥകൾ പലതും അറിഞ്ഞിടാം. സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവ ചരിത്രത്തിലാദ്യമായി ഒരു വിദ്യാർത്ഥിനിയുടെ കവിത പ്രവേശനോത്സവ ഗാനമാവുകയാണ്. കൊട്ടാരക്കര താമരക്കുടി SBVHSSലെ വിദ്യാർത്ഥിനിയായ ഭദ്ര ഹരി എഴുതിയ ഗാനമാണ് ഇക്കൊല്ലം പ്രവേശനോത്സവ ഗാനമായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. പ്രശസ്ത സംഗീത സംവിധായകൻ അൽഫോൺസ് ജോസഫാണ് ഈ ഗാനം ചിട്ടപ്പെടുത്തിയതും ആലപിച്ചതും. അനു തോമസ്, അലീന മേരി ഷിബു, ജെറിൻ ജോർജ് എന്നിവരും ഗാന ആലാപനത്തിൻ്റെ ഭാഗമായി. ടൈം ന്യൂസ്, ആലപ്പുഴ. നവകേരള സദസ്സിലെ നിർദ്ദേശങ്ങൾ യാഥാർത്ഥ്യമാകുന്നു. ആലപ്പുഴ ജില്ലയിൽ 63 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് സർക്കാർ അനുമതി നൽകി. ആലപ്പുഴയിൽ നെഹ്റു പവലിയനും അമ്യൂണിറ്റി സെൻറ്ററിനും 7 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. ജില്ലയിൽ 63 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കാണ് സംസ്ഥാന സർക്കാരിൻ്റെ അനുമതി ലഭിച്ചത്. നവകേരള സദസ്സിൽ ഉയർന്ന നിർദ്ദേശങ്ങൾക്കാണ് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയത്. നവകേരള സദസ്സിലെ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന ആസൂത്രണ ബോർഡ് തയ്യാറാക്കിയ മാർഗനിർദ്ദേശങ്ങളാണ് ഭേദഗതിയോടെ മന്ത്രിസഭ അംഗീകരിച്ചത്. ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലും പരമാവധി 7 കോടി രൂപ വീതം അനുവദിക്കും. വികസന പ്രവർത്തനങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും മുൻഗണനയനുസരിച്ച് അനുമതി നൽകാനും സാങ്കേതികമോ മറ്റ് കാരണങ്ങളാലോ മൂലം നിലവിലെ പദ്ധതികൾക്ക് പകരം പുതിയ അധിക പദ്ധതികൾ അംഗീകരിക്കാനുമുള്ള അനുമതി നൽകാനും ചീഫ് സെക്രട്ടറി, കളക്ടർ എന്നിവരടങ്ങുന്ന കമ്മിറ്റിയെ അധികാരപ്പെടുത്തിയിട്ടുണ്ട്. അരൂരിൽ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ 7 കോടി ജലവിഭവ വകുപ്പിനാണ് നിർവഹണ ചുമതല. ചേർത്തലയിൽ പുതിയ മിനി സിവിൽ സ്റ്റേഷൻ അനക്സിന് 7 കോടി പൊതുമരാമത്ത് വകുപ്പിനാണ് ചുമതല. ആലപ്പുഴയിൽ നെഹ്റു പവലിയനും അമ്യൂണിറ്റി സെൻറ്ററിനും നിർമ്മിക്കാൻ 7 കോടി രൂപ ടൂറിസം വകുപ്പിന് ചുമതല നൽകി. അമ്പലപ്പുഴയിൽ ആലപ്പുഴ ജനറൽ ആശുപത്രിക്ക് IP ബ്ലോക്ക് നിർമ്മിക്കുന്നതിന് 7 കോടി രൂപ അനുവദിച്ചു. കുട്ടനാട് വെള്ളമാത്ര തേവർ കോട് റോഡ് പുനർനിർമ്മിക്കുന്നതിനും മുട്ടാർ റോഡ് ഉയർത്താനുമായി 7 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ഹരിതം ഹരിപ്പാട് 2ാം ഘട്ടത്തിന് 7 കോടി രൂപ അനുവദിച്ചു. കായംകുളത്തെ ജില്ലാ ഓട്ടിസം സെൻ്ററിന് പുതിയ കെട്ടിടവും അനുബന്ധ സൗകര്യവും ഒരുക്കുന്നതിനും 3 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. കായംകുളം കുന്നത്താലും കടവ് റോഡിന് 4 കോടിയും അനുവദിച്ചു. മാവേലിക്കരയിൽ ചങ്ങംകുളങ്ങര വാലുകുറ്റി റോഡ് BMBC നിലവാരത്തിൽ നവീകരിക്കാൻ 3.25 കോടി രൂപ അനുവദിച്ചു. വെട്ടിയാർ പള്ളിമുക്ക് റോഡ് ടാറിങ്ങിന് 2 കോടി. ഗുരുനാഥൻകുളങ്ങര കണ്ണനാംകുള പാലക്കൽ റോഡ് ടാറിങ്ങിന് 1.75 കോടിയും അനുവദിച്ചു. ചെങ്ങന്നൂരിൽ മാന്നാർ ചെങ്ങന്നൂർ പൈതൃക ഗ്രാമം പദ്ധതിക്കായി 7 കോടി അനുവദിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ചുമതല സാംസ്കാരിക വകുപ്പിനാണ്. ടൈം ന്യൂസ്, ആലപ്പുഴ. അന്തകാനഴി പുഴയിൽ അടിയുന്ന മണ്ണ് ദേശീയപാത നിർമ്മാണത്തിന് ഉപയോഗിക്കാൻ നടപടി ആരംഭിച്ചു. പരിസ്ഥിതിക്ക് ദോഷം വരാത്ത വിധത്തിൽ മണ്ണെടുക്കാൻ സർക്കാർ അനുമതി നൽകിയെന്ന് സൂചന. അന്തകാനഴി പുഴയിൽ അടിയുന്ന കടൽ മണൽ ദേശീയപാത നിർമ്മാണത്തിന് പ്രയോജനപ്പെടുത്താൻ നീക്കം. മണലിനായുള്ള ദേശീയപാത അതോറിറ്റിയുടെ ആവശ്യം സർക്കാർ തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. തുടർ നടപടികൾക്ക് ജലസേചന വകുപ്പിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാനത്ത് പലയിടത്തും ഇത്തരത്തിൽ കടൽ മണലിനായി അതോറിറ്റി സർക്കാരിനെ സമീപിച്ചിരുന്നു. പരിസ്ഥിതിക്ക് കോട്ടം വരാത്ത തരത്തിലുള്ള മണൽ നീക്കത്തിനാണ് അനുമതി. അന്തകാനഴിയിൽ അടിഞ്ഞിരിക്കുന്നത് 81,000 ഘനമീറ്റർ മണലാണ്. കൂടാതെ അന്തകാനഴി, പള്ളിത്തോട്, പൊഴിച്ചാലുകളിലും ഇതുമായി ബന്ധപ്പെട്ട തോടുകളിലും ഖനനം നടത്തിയാണ് 2 ലക്ഷം ഘനമീറ്റർ മണൽ നീക്കാനാകുമെന്ന് ജലസേചന വകുപ്പ് കണ്ടെത്തിയത്. പൊഴിച്ചാലിലും മറ്റും മണലടിഞ്ഞ് ആഴം കുറഞ്ഞത് നീരൊഴുക്കിനും തടസ്സമായിരുന്നു. സർക്കാർ പ്രാഥമിക അനുമതി നൽകിയതോടെ മണൽ പരിശോധനയ്ക്ക് അയച്ചു.
മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് മണൽ പരിശോധന നടത്തി ധാതു വിഭാഗങ്ങളുടെ സാന്നിധ്യം അറിഞ്ഞായിരിക്കും വില നിശ്ചയിക്കുക. കടൽ മണലിൽ ധാതുക്കളുടെ സാന്നിധ്യമുള്ളതിനാൽ കൈമാറ്റത്തിന് വേറെയും കടമ്പകളും ഉണ്ടാകും. ധാതുക്കളുടെ സാന്നിധ്യം കൂടുതലാണെങ്കിൽ വില ഉയരുമെന്നതിനാൽ ദേശീയപാത നിർമ്മാണത്തിന് ലാഭകരമായി ഉപയോഗിക്കാനാകില്ലെന്നാണ് റിപ്പോർട്ട്. നിലവിൽ അന്ധകാരനടിയിൽ മണലെടുക്കുന്നതിന് നിയന്ത്രണമുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ജലസേചന വകുപ്പ് പൊഴി മുറിച്ച് നീരൊഴുക്ക് സുഗമമാക്കിയത്. ഇവിടെ പുലിമുട്ടുകൾ നിർമ്മിച്ച് പൊഴി അടയാതിരിക്കാൻ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ട് വർഷങ്ങളായെങ്കിലും അത് നടപ്പായിട്ടില്ലെന്നും ആരോപണമുണ്ട്. ടൈം ന്യൂസ് ചേർത്തല. കാലവർഷക്കെടുതിക്കൊപ്പം ആലപ്പുഴ ജില്ലയിൽ കോവിഡ് വ്യാപനവും ശക്തിപ്പെടുന്നു. ഈ മാസം ആലപ്പുഴ ജില്ലയിൽ 50-ലേറെ പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ജാഗ്രത വേണമെന്ന് ആരോഗ്യവകുപ്പിൻ്റെ മുന്നറിയിപ്പ്. ആൻറ്റിജൻ പരിശോധന കൂട്ടിയതോടെയാണ് രോഗികളുടെ എണ്ണം ഉയർന്നത്. വ്യാഴാഴ്ച 126 പേർക്കാണ് ആൻറ്റിജൻ പരിശോധന നടത്തിയത്. രോഗികളുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ജമുന വർഗീസ് അറിയിച്ചു. പനി, ജലദോഷം, ചുമ, തൊണ്ടവേദന, ശ്വാസതടസ്സം എന്നിവയുള്ളവർ ഡോക്ടറെ കണ്ട് ചികിത്സ തേടണം. രോഗലക്ഷണമുള്ളവർ മാസ്ക് ധരിക്കണം. മറ്റ് ഗുരുതര രോഗങ്ങളുള്ളവർ, ഗർഭിണികൾ എന്നിവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങളിൽ സ്ഥിരീകരിച്ച കോവിഡ് വകഭേദമാണോ ജില്ലയിൽ പിടിപെട്ടതെന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ടും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആദ്യഘട്ടത്തിൽ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ സാമ്പിളുകൾ വിശദ പരിശോധനയ്ക്കായി ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിലേക്ക് അയച്ചെങ്കിലും ഫലം വൈകുന്നു. കൊതുക് പെരുകിയതോടെ ഡെങ്കിപ്പനിയും പടരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം 10 പേർ ചികിത്സ തേടിയതിൽ 6 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒരാൾക്ക് മഞ്ഞപ്പിത്തവും സ്ഥിരീകരിച്ചു. ജാഗ്രത വേണമെന്ന് ആരോഗ്യവകുപ്പിൻ്റെ മുന്നറിയിപ്പ്. ടൈം ന്യൂസ് ആലപ്പുഴ. കേരള ഇലക്ട്രിക്കൽ മെൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ നടന്നു. ആലപ്പുഴ ജെൻഡർ പാർക്കിൽ നടന്ന സമ്മേളനം എച്ച് സലാം MLA ഉദ്ഘാടനം ചെയ്തു. കേരള ഇലക്ട്രിക്കൽ വയർമെൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ്റെ 37ാമത് സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ നടന്നു. ആലപ്പുഴ ജെൻഡർ പാർക്കിലാണ് സമ്മേളനം സംഘടിപ്പിച്ചത്. എച്ച് സലാം MLA ഉദ്ഘാടനം ചെയ്തു. സംഘടിതമല്ലാത്ത ജനവിഭാഗത്തിൻ്റെ മേലെ പലപ്പോഴും അധികമായ ഭാരം വന്നു കയറും. ആരും ചോദിക്കാനും പറയാനില്ല എന്ന ഒരു സാമാന്യ രീതി തോന്നിയാൽ അങ്ങനെയാണ്. ഒരു മാനേജ്മെന്റ് ആണെങ്കിലും ഒരു ഗവൺമെന്റ് ആണെങ്കിലും ഒരു സംഘടിതമല്ല എന്ന് തോന്നിയാൽ ആ സംഘടിതമല്ലാത്തടത്ത് എങ്ങനെയുമാകാം എന്നൊരു മനോഭാവം അറിയാതെ സമൂഹത്തിലിരിക്കും. അതുകൊണ്ട് നമ്മൾ സംഘടിതരാകുക എന്നുള്ളതും കൂടുതൽ ശക്തമാകുക എന്നുള്ളതും നിങ്ങളുടെ ജോലി മേഖലയുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാന കാര്യമായിട്ട് തന്നെ സംഘടനയെ കാണും. ഏറ്റെടുക്കുന്ന ജോലി ഉത്തരവാദിത്വത്തോടെ പൂർത്തിയാക്കുക എന്നുള്ളത് വിശ്വാസ്യതയ്ക്കും സ്ഥാപനത്തിൻ്റെ സുരക്ഷയ്ക്കും ഏറെ അനിവാര്യമാണെന്നും അസോസിയേഷൻ നിലവിൽ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ആത്മാർത്ഥമായ പരിശ്രമം ഉണ്ടാകുമെന്നും എച്ച് സലാം MLA പറഞ്ഞു. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് P. ജോർജ് മാത്യു അധ്യക്ഷനായി. മുൻ പ്രസിഡന്റ് B. സതീശൻ മുഖ്യ പ്രഭാഷണവും മുൻ ജനറൽ സെക്രട്ടറി M. മുജീബ് റഹ്മാൻ മെറിറ്റ് അവാർഡ് വിതരണവും നടത്തി. സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം R. ജയൻ, സംസ്ഥാന ട്രഷറർ PV തമ്പി, മുൻ ജനറൽ സെക്രട്ടറി EO ജോണി, ഓർഗനൈസിംഗ് സെക്രട്ടറി R. രാജീവ്, സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ KB മണിലാൽ, CA രാജേഷ്, K. ജയദേവൻ, PL ആന്റണി, ഡേവിഡ് ജോൺ, CC റാഫേൽ, സ്വാഗത സംഘം ജനറൽ കൺവീനർ R. അണ്ണാതുരെ എന്നിവർ സംസാരിച്ചു. പ്രദർശന സ്റ്റാളുകളുടെ ഉദ്ഘാടനം TJ ജെയിംസ് നിർവഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി CV രാജു സ്വാഗതം പറഞ്ഞു. തുടർന്ന് പ്രതിനിധി സമ്മേളനം നടന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് B. സതീശൻ, CV രാജു, PV തമ്പി എന്നിവർ സംഘടനാ പ്രവർത്തന റിപ്പോർട്ടുകളും വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. R. ജയൻ, KB മണിലാൽ, R. രാജീവ്, P. ജോർജ് മാത്യു, CV രാജു എന്നിവർ പങ്കെടുത്തു. P. ജോർജ് മാത്യുവിനെ പ്രസിഡന്റായും CV രാജുവിനെ ജനറൽ സെക്രട്ടറിയായും സമ്മേളനം തെരഞ്ഞെടുത്തു. ടൈം ന്യൂസ് ആലപ്പുഴ. കഞ്ഞിക്കുഴി ശ്രീകുമാരപുരം ക്ഷേത്രക്കുളത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം. ചേർത്തല MLA കൂടിയായ മന്ത്രി P. പ്രസാദ് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ ശ്രീകുമാരപുരം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രക്കുളത്തിൻ്റെയും സമീപത്തെ കലിങ്ങിൻ്റെയും പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കാണ് തുടക്കമായത്. നിർമ്മാണോദ്ഘാടനം കൃഷിവകുപ്പ് മന്ത്രി P. പ്രസാദ് നിർവഹിച്ചു. സ്വന്തമായി സ്ഥലമുള്ള അംഗനവാടി സ്മാർട്ട് അംഗനവാടി കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടി 70 ലക്ഷം രൂപ അതും കഞ്ഞിക്കുഴി പഞ്ചായത്തിലേക്ക് നമ്മൾ അംഗനവാടി കണക്ക് കൂട്ടുമ്പോൾ തീരെ മോശമില്ലാത്ത തരത്തിൽ 13 കോടിക്ക് മുകളിലാണ് 13 കോടി രൂപയോളം നമുക്ക് ഈ തരത്തിൽ തന്നെ എല്ലാം കൂടി ഈ 4 വർഷത്തിനിടയിൽ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വിനിയോഗിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യങ്ങളായിരിക്കും. അതൊക്കെ ഈ ജനപ്രതിനിധികളെല്ലാം നല്ല ഇടപെടലാണ്. നബാർഡ് ഫണ്ട് വിനിയോഗിച്ച കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിൽ കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ മുഖാന്തരമാണ് ഇത് നടപ്പാക്കുന്നത്. കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VG മോഹനൻ അധ്യക്ഷത വഹിച്ചു. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീത കാർത്തികേയൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M. സന്തോഷ് കുമാർ, സ്ഥിരം സമിതി അധ്യക്ഷരായ ബൈരഞ്ജിത്ത്, ജ്യോതിമോൾ,
ഗ്രാമപഞ്ചായത്ത് അംഗം രജനി രവിപാലൻ, ശ്രീകുമാരപുരം ക്ഷേത്രം സെക്രട്ടറി PB അശോകൻ അനിഴം, KLDC ഡെപ്യൂട്ടി പ്രൊജക്ട് എഞ്ചിനീയർ S പാർവതി, അസിസ്റ്റന്റ് പ്രൊജക്ട് എഞ്ചിനീയർ ജോണി സെബാസ്റ്റ്യൻ തുടങ്ങിയവർ പങ്കെടുത്തു. കഞ്ഞിക്കുഴി പഞ്ചായത്ത് 15-ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീകുമാരപുരം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രകുളത്തിന്റെയും സമീപത്തെ കലിങ്ങിന്റെയും പുനരുദ്ധാരണ പ്രവൃത്തിക്കായി NABARD IRDF പദ്ധതിയിൽ ഉൾപ്പെടുത്തി 48.2 ലക്ഷം രൂപയുടെ ഭരണാനുമതിയാണ് ലഭിച്ചിരിക്കുന്നത്. നാട്ടിലെ സ്വാഭാവിക ജലസംഭരണികളുടെ സംരക്ഷണത്തിനും കാർഷിക മേഖലയുടെ ഉന്നമനത്തിനുമായി കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ മുഖാന്തരമാണ് പുനരുദ്ധാരണ പ്രവൃത്തികൾ നടപ്പാക്കുന്നത്. ടൈം ന്യൂസ്, ചേർത്തല. വയലാർ പഞ്ചായത്ത് 5-ാം വാർഡിൽ ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചു. SSLC +2 പരീക്ഷകളിൽ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളെയാണ് ആദരിച്ചത്. വയലാർ പഞ്ചായത്ത് 5-ാം വാർഡിൽ മെറിറ്റ് അവാർഡുകൾ വിതരണം ചെയ്തു. ADSന്റെ നേതൃത്വത്തിലാണ് അവാർഡ് വിതരണം സംഘടിപ്പിച്ചത്. SSLC +2 പരീക്ഷകളിൽ ഫുൾ A+ നേടിയ കുട്ടികളെ ആദരിച്ചു. വയലാർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ഇന്ദിര ജനാർദ്ദനൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വയലാർ ലിറ്റിൽ ഫ്ലവർ LP സ്കൂൾ പ്രഥമാധ്യാപിക സിസ്റ്റർ ബോണ ആദരവ് നൽകി ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളുടെ ചേട്ടന്മാരെയും ചേച്ചിമാരെയൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടാകും. ഞാൻ ഇവരുടെ സമയത്ത് ഇവിടെ നിന്ന് പോയി, പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് തിരിച്ചെത്തിയത്. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി ഏറ്റവും കൃത്യതയോടെ ചെയ്തു തീർക്കുമ്പോൾ അത് കാണുന്ന ദൈവത്തിന് നമ്മളോട് സ്നേഹം കൂടും. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന സ്നേഹവും ആദരവും ഒക്കെ അതിൻ്റെ കാരണമാണ് ഇവിടെ കാണുന്നത്. കാരണം നിങ്ങളെ ഏൽപ്പിച്ച ജോലി പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിൽ 12 വരെയുള്ള ക്ലാസ്സുകളിൽ തന്നിരിക്കുന്ന പാഠങ്ങൾ കൃത്യതയോടെ പഠിക്കുകയും അതിനനുസരിച്ച് മാർക്ക് നേടുകയും ചെയ്യുമെന്ന് പറഞ്ഞത് നിങ്ങളുടെ പോലെ ഒത്തിരി പേര് പരീക്ഷ എഴുതിയിട്ടുണ്ട്. എങ്കിലും ഇവിടെ ഇപ്പോൾ 6 ഷീൽഡ് മാത്രമേ കാണുന്നുള്ളൂ. 6 പേർക്ക് മാത്രമേ ഫുൾ A+ മേടിക്കാൻ കഴിഞ്ഞുള്ളൂ. അതിൻ്റെ അർത്ഥം നിങ്ങൾ ഒരുപാട് പരിശ്രമിച്ചു. നിങ്ങളുടെ മാതാപിതാക്കൾ എന്തുമാത്രം നിങ്ങളെ സഹായിച്ചോ അതിനുള്ളൊരു നല്ല മറുപടി കൊടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചു എന്നാണ് ഇവിടെ കാണുന്നത്. ADS പ്രസിഡന്റ് ലീലാമ്മ സേവ്യർ സ്വാഗതം പറഞ്ഞു. ജെയിംസ് എബ്രഹാം ആശംസകൾ നേർന്നു. ADS സെക്രട്ടറി മജിദ നന്ദി പറഞ്ഞു. ടൈം ന്യൂസ്, ചേർത്തല. മുഹമ്മദ് SNV പ്രഭാത് ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ കളിക്കൂട്ടം 2025 സംഘടിപ്പിച്ചു. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ശിവപ്രസാദ് കളിക്കൂട്ടം 2025 ഉദ്ഘാടനം ചെയ്തു. മുഹമ്മദ് SNV പ്രഭാത് ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ കളിക്കൂട്ടം 2025 സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. NK മനോഹരൻ ചടങ്ങിൽ അധ്യക്ഷനായി. KV മധുപാലൻ സ്വാഗതം പറഞ്ഞു. മുഹമ്മദ് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CD വിശ്വനാഥൻ, പഞ്ചായത്ത് അംഗങ്ങളായ കുഞ്ഞുമോൾ ഷാനവാസ്, D സതീശൻ, ഗ്രന്ഥശാല രക്ഷാധികാരി NS വികാസ്, പ്രസിഡന്റ് റോസ്മി S ചന്ദ്രൻ, സെക്രട്ടറി NG അരുൺ, NR മോഹിത് എന്നിവർ സംസാരിച്ചു. തുടർന്ന് ജതീന്ദ്രൻ മങ്കൊമ്പ് കളിക്കൂട്ടത്തിന് നേതൃത്വം നൽകി. റിട്ടയർഡ് DMO ഡോക്ടർ സിറാബുദ്ദീൻ ലഹരിവിരുദ്ധ ക്ലാസ്സിന് നേതൃത്വം നൽകി. ടൈം ന്യൂസ്, മുഹമ്മ. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. ആലപ്പുഴ ജില്ലയിൽ വ്യാപക നാശം, നിരവധി വീടുകൾ തകർന്നു. താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിലായി. കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട്ടിലും ജലനിരപ്പ് ഉയരുന്നു. ഇക്കൊല്ലത്തെ സ്കൂൾ പ്രവേശനോത്സവ ഗാനവും ചരിത്രമാവുന്നു. ഒരു വിദ്യാർത്ഥിനിയുടെ കവിത പ്രവേശനോത്സവ ഗാനമാകുന്നത് ചരിത്രത്തിലാദ്യം. നവകേരള സദസ്സിലെ നിർദ്ദേശങ്ങൾ യാഥാർത്ഥ്യത്തിലേക്ക്. ആലപ്പുഴ ജില്ലയിൽ 63 കോടിയുടെ വികസന പദ്ധതികൾക്ക് സംസ്ഥാന സർക്കാർ അനുമതി നൽകി. നെഹ്റു പവലിയനും അമ്യൂണിറ്റി സെന്ററിനും 7 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. അന്ധകാരനഴിപ്പൊഴിയിൽ അടിയുന്ന മണൽ ദേശീയപാത നിർമ്മാണത്തിന് ഉപയോഗിക്കാൻ നടപടി. പരിസ്ഥിതിക്ക് കോട്ടം വരാത്ത തരത്തിൽ മണ്ണെടുക്കാൻ സർക്കാർ അംഗീകാരം നൽകിയെന്ന് സൂചന. കാലവർഷക്കെടുതിക്കൊപ്പം ആലപ്പുഴ ജില്ലയിൽ കോവിഡും വ്യാപിക്കുന്നതായി റിപ്പോർട്ട്. ഈ മാസം മാത്രം കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 50 കഴിഞ്ഞു. ജാഗ്രത വേണമെന്ന് ആരോഗ്യവകുപ്പ്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകും. നമസ്കാരം.